അപ്പൊ വേനൽ മഴയെല്ലാം പെയ്തിട്ടുണ്ടല്ലേ? എങ്ങനെയുണ്ട് ചൂടെല്ലാം? വേനൽ മഴ കഴിഞ്ഞപ്പോ ഇവിടെ കുറച്ച് ചൂട് അധികമായി കേട്ടോ. അതായത് കാണക്കണ്ട ഇതാ ഓടി. അപ്പൊ നമുക്ക് വയലിലോട്ടൊന്നല്ലൊന്ന് പോയിട്ട് വരാം. ഓക്കെ. അപ്പം നല്ല ചൂടുണ്ട്. നമ്മളെ വയലിലെത്തി കേട്ടോ. നമ്മൾ മഴ പെയ്തുകൊണ്ട് തന്നെ വയലിലിപ്പം ചെറിയ തരത്തിലുള്ള ചളിയുണ്ട്. എന്നാലും ഈ ഒരു വേനൽ മഴ കിട്ടിയത് കൊണ്ട് കുറച്ചൊരാശ്വാസം ഇപ്പോൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വയൽ വഴി നമ്മളിങ്ങനെ നടക്കാൻ വേണ്ടി വന്നതാണ്. എന്നാലും നമ്മൾ കുടയെടുത്തിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. ചൂടിന് ഒരു രക്ഷയില്ല. ഇവിടെ എത്തിയപ്പോൾ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടിലെല്ലാം നിറയെ ഇപ്പോൾ അത്യാവശ്യം ചളിയായിട്ടുണ്ട്. ഇവിടെ പോത്തിനെ കെട്ടിയിട്ടുണ്ട്. ഇവരെയൊക്കെ കാര്യം കഷ്ടമാണ് കേട്ടോ. ഇവിടെ കുറേ ആയി ഇതിനെ കാണാൻ തുടങ്ങിയിട്ട്. അപ്പം നമ്മൾ തോടിൻ്റെ വശത്തെത്തി. ഇവിടെ തോടുണ്ട്. ഒരു വാഴ ചെരിഞ്ഞിട്ട് ഇവിടെ വീണിട്ടുണ്ട് കേട്ടോ തോട്ടിലോട്ട്. മഴയുടെ ആ ഒരു പ്രശ്നത്തിലായിരിക്കാം. 2 ദിവസം മുന്നേ നല്ല കാറ്റുണ്ടായിരുന്നു കണ്ണൂരെല്ലാം. അപ്പോൾ ഇവിടെയും നമ്മൾ പറഞ്ഞ പോലെ ചളി നല്ല രീതിക്ക് കെട്ടിക്കിടക്കുന്നുണ്ട്. ഇതൊക്കെ വയലാണ് കേട്ടോ. ഇവിടെയെല്ലാം ഇപ്പം നല്ല ചളിയുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കൊക്കുകൾ വന്നിട്ട് ആ ഒരു വെള്ളത്തിൻ്റെ സൈഡിൽ ഇരിക്കുന്നുണ്ട്. മീനിനെ പിടിക്കാൻ ചുറ്റിലും ഇരിക്കുന്നുണ്ട്. ഏതായാലും നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ ഇങ്ങനെ കാണുമ്പോൾ. ഇപ്പം പറഞ്ഞാൽ നമ്മൾ ഉച്ച സമയത്താണ് നമ്മൾ വെള്ളം കൂടി കൊണ്ടുവരേണ്ടി വരും. ഈ കണ്ടോ വിഷത്തിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. ഇത് തറച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനിയെല്ലാം വരുന്ന പറയുന്നത് കൃത്യമായിട്ട് എനിക്കറിയില്ല. അതുപോലെ ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പപ്പക്കായ് മരത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ. കണ്ണൂർ ഇതാണ് നമ്മുടെ ചെമ്പരത്തി കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ? അതിനുശേഷം മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ചക്കയുടെ പതിവായിട്ടുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ചക്ക നമ്മുടെ വല്യമ്മ ഇവിടുന്ന് ചക്ക ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കൊരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഏറ്റവും നമ്മുടെ ഫൈനൽ കോട്ടാണ് ടേസ്റ്റ് ചെയ്യുന്ന പരിപാടി. നമ്മൾ ചക്ക ഉണ്ടാക്കുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് കൈയിട്ട് നമ്മൾ ചക്ക എടുക്കും. അല്ലെങ്കിൽ നമ്മൾ തേങ്ങ ചേർക്കുമ്പോൾ പണ്ട് ഇതുപോലെ തന്നെ അതിൽ കൈയിട്ട് നമ്മൾ തേങ്ങ എടുക്കും. ഇതെല്ലാം നമുക്ക് ചെറുപ്പം തൊട്ടേ ഉള്ളൊരു ഹോബിയാണ് കേട്ടോ. ഇതൊന്നും ആരും ഇല്ല എന്ന് പറയണ്ട. ഇതെല്ലാം എല്ലാവർക്കും ചെറുപ്പകാലത്ത് ഉണ്ടാകുന്നൊരു സംഭവം തന്നെയായിരിക്കും. അത് നമ്മൾ വലുതായാലും ചെയ്യുന്നതേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഏതായാലും ചക്ക കുഴപ്പമില്ല, നല്ല ചക്കയാണെന്നാണ് പറയുന്നത്. ഓക്കെ. നമ്മൾ ചക്ക വെക്കാൻ പാകത്തിനുള്ള ചക്ക കേട്ടോ അല്ലേ? പറ്റിട്ടില്ല, വെക്കാൻ പാകത്തിനുള്ള ചക്ക.